ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എനിക്ക് ബ്രഷ് ചെയ്തിട്ട് ഇരിക്കുവാണ്. ഇനി കുളിക്കണം. സമയം 6:20 7 മണിക്കാണ് നമ്മളുടെ വണ്ടി. പക്ഷെ ഉറക്കപ്പിച്ച് ഇന്നലെ ലേറ്റായിട്ട് ഉറങ്ങി. ചുമ്മാ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ റീല് കാണാൻ പോയി. പിന്നെ ഫോണിൻ്റെ സ്പേസ് ക്ലിയർ ചെയ്തു. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലേ, അങ്ങനെയൊക്കെ ഇരുന്ന് ലേറ്റ് ആയതാണ്. നല്ല മഴയുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ വാഗമൺ പോണ്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞ് വല്ല സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. എനിക്ക് അഡ്വഞ്ചർ പാർക്കിൽ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇനി നടക്കുമോ അറിയത്തില്ല. മഴയായതുകൊണ്ട് മിക്കവാറും അതൊക്കെ ക്ലോസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. എന്നാലും നോക്കാം, ചിലപ്പോൾ ഒരു സ്റ്റേക്കേഷനായി മാറുമായിരിക്കും. അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ 7:30 വണ്ടി പറഞ്ഞേക്കണേ. ഇനി വണ്ടിയുടെ അടുത്തേക്ക് പോവാം. കുഞ്ചാമി 5 minutes later. വാഗമണ്ണായിട്ടില്ല, നമ്മളെപ്പോഴും പറൂരെത്തിട്ട് സ്വെറ്റർ നെക്കില്ല. അങ്ങനെ നമ്മളിത് എറണാകുളത്ത് എത്തി. ഇവിടുന്ന് മാമനും ആൻറ്റിയും കിച്ചും കണ്ണനൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഡയറക്റ്റ് വാഗമണിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വന്നിട്ട് ഇലവീഴ പുഞ്ചിറയാണ് കേട്ടോ. പണ്ടും ഞാൻ വാഗമൺ വന്നപ്പോൾ ഈ ഒരു സ്ഥലം പോകണം എന്നുണ്ടായി, പക്ഷെ അന്ന് എന്തോ കാരണം കൊണ്ട് പറ്റിയില്ല. ഇപ്പോൾ ദേ നമ്മളിവിടെ വന്നേക്കാണ്. ഇവിടെ നല്ല കാറ്റും നല്ല കോടയൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ കോടയൊന്നും ഇല്ല. നമുക്ക് പോകെ കിട്ടുമെന്ന് നോക്കാം. ഇങ്ങനെ നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ കണ്ടൊരു ഫുഡ് സ്പോട്ടാണ് ഇത്. ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു ഊണൊക്കെ കൊടുക്കുന്നുണ്ട്. ഊണ് മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായി. അങ്ങനെ നമ്മളിതേ ഇവിടെ കയറി കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോറും അച്ചാറും പയറും സാമ്പാറും പിന്നെ മീൻകറിയും ഉണ്ട്. മീൻ എന്നെ കോണുപടിയാ. നല്ല തിരിവരുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായിട്ട് നമ്മളിതേ ഒരു വെള്ളച്ചാട്ടത്തിലാണ് വന്നേക്കുന്നത്. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറണം. പക്ഷേ കുറച്ച് നടക്കാനും ഉണ്ട്. അപ്പോൾ ഇവർക്ക് നടക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ തിരിച്ച് വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടം ഉണ്ടായി. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വരുന്ന വഴി തീരെ തിരക്കുണ്ടായില്ല. പക്ഷെ തിരിച്ചു പോയപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പുറത്ത് നിന്ന ആൾക്കാരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മളുടെ കോട്ടേജിലേക്ക് എത്തി. ഇവിടെ നമ്മൾ പണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 കൊല്ലം മുന്നേ എന്തോ ഞങ്ങളൊരു പൂജ ഹോളിഡേയ്സിന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ വേറൊരു റൂമും കൂടി എടുത്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ആ കോട്ടേജിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ വേറൊരു റൂമും കൂടി എടുത്തിട്ടുണ്ട്. സോ അത് കാണാൻ പോവായിരുന്നു.
സംഭവം കയറി വന്നപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടമായത്. സംഭവം നല്ല അടിപൊളി വലിയ റൂം, ഭയങ്കര സ്പേഷ്യസ് റൂമും ബാൽക്കണിയും അത്യാവശ്യം ചെറിയ കുഞ്ഞു വ്യൂവും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്തോ ഭയങ്കര ഈ റൂം ഇഷ്ടമായി. സോ ഞങ്ങൾ പിള്ളേർ സെറ്റ് ഈ റൂമിലേക്ക് പോന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ക്രേവിങ് ആയിരുന്നു കേട്ടോ, മാഗിയോ ബ്രെഡ് ഓംലെറ്റോ എന്തെങ്കിലും കഴിക്കണമെന്ന്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി തപ്പി നമ്മൾ നടന്നു. പക്ഷെ നടന്ന് നമ്മൾ ലാസ്റ്റ് എത്തിയത് ഇവിടുത്തെ KFCക്ക് പകരം AFCയോ അങ്ങനെ എന്തൊരു സംഭവത്തിലാണ്. ബ്രെഡ് ഓംലെറ്റും കിട്ടിയില്ല, മാഗിയും കിട്ടിയില്ല. എന്നാൽ പിന്നെ ഇതിലെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ചെറിയ ചെറിയ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ട് തൽക്കാലത്തെ വിശപ്പങ്ങ് അടക്കുവാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കോട്ടേജിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചേട്ടൻ നല്ല ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിക്കാനായിട്ട് കോട്ടേജിൽ വന്നപ്പോൾ ഇതാ അടിപൊളി കൂടെയും അടിപൊളി ഫുഡും. എൻ്റെ പൊന്നോ, ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെ. ഞങ്ങൾ നിൽക്കുന്ന റൂമിലെ ബാൽക്കണി വ്യൂ ആണ്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അപ്പം അതിൻ്റെ പാട്ടാണ് രാവിലെ കേൾക്കുന്നത്. ഇത് സൺഡേ ആണ്, നമ്മുടെ ഡേ 2 ആണ്. ഇന്നത്തെയും കാര്യങ്ങളൊക്കെ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ നടക്കുമെന്നൊന്നും അറിയത്തില്ല. ബട്ട് ലെറ്റ്സ് ഹോപ്പ്. എനിക്കിന്ന് അഡ്വഞ്ചർ പാർക്കിൽ പോകണമെന്നുണ്ട്. സിപ്പ് ലൈനിങ് ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഒന്ന് സിപ്പ് ലൈനിങ് ചെയ്താൽ കൊള്ളാറുണ്ട്. പക്ഷേ സൺഡേ ആണ്, നല്ല തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ബുക്കിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജും ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് SKJ ഡിജിറ്റൽ വ്ളോഗ്സ്. അപ്പം നമ്മുടെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. മാമനും ആൻറ്റിയും അമ്മയൊക്കെ കൂടെ രാവിലെ തന്നെ നമ്മൾ ആ നേരത്തെ കണ്ട അമ്പലമില്ലേ അവിടേക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വരുന്ന വഴി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബി ലൈക്ക് അല്ലേ? ഗൈസ്, അങ്ങനെ നമ്മളിതേ അഡ്വഞ്ചർ പാർക്ക് എത്തി. അഡ്വഞ്ചർ പാർക്കിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയുള്ള ഗാർഡനാണിത്. ഇവിടെ കയറിയിട്ടാണ് ആക്ച്വലി അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകേണ്ടത്, കാരണം തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയും ആൻറ്റിയൊക്കെ കൂടെ എന്തോ വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് കൊള്ളാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഗാർഡനിൽ വന്നേക്കാണ്. ഐ മീൻ അഡ്വഞ്ചർ പാർക്കും ഫ്ലവർ ഗാർഡനും സെയിം സ്ഥലത്താണ്. പക്ഷേ നമ്മൾ ഫ്ലവർ ഗാർഡൻ കയറുന്നില്ല. അവിടേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വഞ്ചർ പാർക്കിലേക്ക് ലേറ്റ് ആവും. സോ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. അപ്പം നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് നേരെ പോകുന്നു. അങ്ങനെ ഇത് കുറേ നാളായിട്ട് കാത്തിരുന്ന എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു വിഷ് ഞാൻ ടിക്ക് ഓഫ് ചെയ്യാണ്. എൻ്റെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമായിരുന്നു സിപ്പ് ലൈനിങ് ചെയ്യുക. അതും കണ്ട സ്ഥലത്തു നിന്നൊന്നുമല്ല, നമുക്ക് പല സ്ഥലത്തും അവൈലബിൾ ആണല്ലോ. പക്ഷേ കുറച്ച് ഗ്രീനറി സംഭവമൊക്കെ ഉള്ള ആ ഒരു നല്ല ഭംഗിയുള്ളൊരു ഇതിൽ കൂടെ പോവാന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നിവിടെ എന്തായാലും ഒരു ചാൻസ് കിട്ടി. അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിങ് ചെയ്യാൻ പോവാണ്. എൻ്റെ അടുത്ത് കുറേ അമ്മ പറഞ്ഞു നിനക്ക് പേടിയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ എനിക്ക് പേടിയായിരുന്നില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ കയറാൻ പോവാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ ജിപ്പയൊക്കെ കഴിഞ്ഞിട്ടതാ ഒരു ആശ്വാസത്തിന് ഐസ്ക്രീം കഴിക്കുവാണ്. ജിപ്പേ വാസ് സോ നൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ ഇതാ ലോവർ പൈൻ വാലിയിലേക്കാണ് വന്നേക്കുന്നത്. അഡ്വഞ്ചർ പാർക്കിൽ വേറെ ഒന്നും കയറാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും ഭയങ്കര ക്യൂ ആയിരുന്നു. നമുക്ക് സമയവും നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. നമ്മൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ, രാവിലെ പോയെങ്കിലും. എന്നിട്ട് ഇതാ ലോവർ പൈൻ വാലി ഇസ് സോ ഡിഫറെൻറ്റ് ഫ്രം നമ്മുടെ സാധാ എല്ലാവരും പോണ പൈൻ വാലി. ഇവിടെ ഭയങ്കര കാമൻ ഫൈറ്റാണ്, തിരക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ പറ്റിയ ലോവർ പൈൻ വാലി വിസിറ്റ് ചെയ്യാൻ നോക്കുക, മറ്റേ പൈൻ വാലി കണ്ടിട്ടുള്ളവർ ആണെങ്കിൽ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നു. പിന്നെ പൈൻ വാലി ആണ്, എന്തായാലും അട്ടയൊക്കെ കടിക്കും. അപ്പോൾ ഉപ്പൊക്കെ കയ്യിൽ കരുതാൻ പറ്റിക്കഴിഞ്ഞാൽ അതെടുത്തോളാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ കോട്ടേജിലെത്തിയപ്പോൾ നല്ല അടിപൊളി കോട, ഇന്നലത്തെ പോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് അടിപൊളി കോട. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നല്ല ചോറും മീൻ വറുത്തതും മീൻ കറിയും പിന്നെ ഒരു സ്പെഷ്യൽ സാധനമായിരുന്നു പച്ചത്തക്കാളി തോരൻ. കണ്ടു കഴിഞ്ഞാൽ പച്ചത്തക്കാളി ആണെന്നോ അതിൻ്റെ ടേസ്റ്റോ ഒന്നും പറയത്തില്ല, പക്ഷേ അടിപൊളി സാധനമായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇറങ്ങി നമ്മളുടെ ഈ ഒരു ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ സാറ്റർഡേ സൺഡേ നമ്മളങ്ങനെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. മഴയൊക്കെയാണ് എന്നൊക്കെ വിചാരിച്ചെങ്കിലും പക്ഷേ നമ്മൾ മഴ ചതിച്ചൊന്നുമില്ല, എല്ലാം നല്ല സെറ്റായിട്ട് തന്നെ നടന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ജോലിക്കും സ്കൂളിലും ഒക്കെ ആയിട്ട് പോവുകയാണ്. Bye guys. Bye. ഗർഭിണി Bye. See you. Good morning. Dadah.